വീട്ടുകാരനെ പണ്ട് എനിക്ക് പറയും വട്ടാണെന്നൊക്കെ, എനിക്ക് സുഖമില്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട് അങ്ങനെയൊക്കെ പറയും. ചെറുപ്പം മുതലേ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്ന് മാറ്റി പിടിക്കണം, എൻ്റെ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ആക്കണം, അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഞാനായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി നടന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എങ്ങനെയാണോ പഴയ പോലെ അങ്ങനെ തന്നെ ഇപ്പൊ നടക്കണേ, സ്റ്റിൽ ഇപ്പൊ ഇങ്ങനെ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഞാൻ ഇത്ര നേരം വെറോണിക്കയോട് സംസാരിച്ചു, വന്നപ്പോഴൊക്കെ സംസാരിച്ചു, ഒരു കുഴപ്പമില്ല, ഒരു നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ് അല്ലേ. സാധാരണ നമ്മൾക്കിടയിലൊക്കെ ഉള്ള ഒരു നിഷ്കളങ്കയായ കുട്ടിത്തുള്ള ഒരു കുട്ടി, അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ നമ്മൾക്ക് ഈ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പൊ വെറോണിക്കയുടെ ഒരു കോണ്ടന്റ് ആണ് ആ കുട്ടിത്തം നിറഞ്ഞൊരു ഭാവത്തിൽ ആ ഒരു പ്രത്യേക രീതിയിലുള്ള അവതരണം അല്ലേ. പക്ഷെ നമ്മള് എന്താ പറയാ, ഞാൻ പറയുമ്പോ ഇപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും അധികം ഇല്ല. ഫ്രണ്ട്സ് ആരുമില്ല. ഞാൻ എനിക്ക് ഐ മീൻ ദൈവത്തിനെയാണ് ഫ്രണ്ടായിട്ട് കാണുന്നത്. ഇപ്പൊ ഒരു അസുഖം വന്നു, ഇപ്പം വയ്യാണ്ട് ICUലായിരുന്നു, എന്തുകൊണ്ടാ കുറെ ആയിട്ട് കോണ്ടന്റ് ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ICUലായിരുന്നു. അത് പാമ്പ് കടിച്ചതായിരുന്നു ചേച്ചി, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വയ്യായി മൂലം ഡോക്ടറെ കാണിച്ചു. അങ്ങനെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വെന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ICUക്ക് കളമശ്ശേരി ICUൽ അവിടെ മാറ്റി 3 ദിവസം ICUൽ കടന്നു. ആരുണ്ടായിരുന്നു കൂടെ? ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. നമ്മള് ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്താണ് നമുക്ക് ജീവിതം ഒരുപാട് പഠിക്കാൻ പറ്റുക അല്ലേ. അപ്പൊ വെറോണിക്കയ്ക്ക് മനസ്സിലായില്ലേ ആരും കൂടി ഇല്ല എന്നറിഞ്ഞപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ? അതെ. വീട്ടുകാർ വന്നില്ലേ അപ്പൊ കൂടെ താമസിക്കാനോ? വീട്ടുകാര് പിറ്റേ ദിവസം വന്നു. എന്നിട്ട് കൂടെ നിന്നോ? കൂടെ നിന്നു. ഹോസ്പിറ്റൽ വാസം ആ ടൈമിൽ നിന്നു. അതിന് മുന്നൊന്നും ഇങ്ങനെ എന്തെങ്കിലും വയ്യാതായി അഡ്മിറ്റ് ആവുകയാണെങ്കിലൊന്നും വരാറില്ല. ആ ടൈമിൽ എന്തോ വന്നു, കാരണം ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്നെ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉറപ്പില്ല. ആ ഡോക്ടർമാർക്കാണ് അതിന് വേണ്ടി നന്ദി പറയേണ്ടത്, ഓരോരോ എഫേർട്ട്. പിന്നെ ദൈവത്തിന്റെ